ഹലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണേ. നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ നമ്മൾ ഓൾറെഡി റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ്ണിങ് സ്റ്റിച്ച് എല്ലാവരും ചെയ്ത് വെക്കണമെന്നുള്ളത്. കാരണം ഇപ്പോൾ കഴിഞ്ഞേക്കുന്നത് മൊത്തം റണ്ണിങ് സ്റ്റിച്ചിലാണ് നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ട് സ്റ്റിച്ചുകൾ പഠിച്ചേക്കുന്നത് അല്ലേ. ഇനി അടുത്ത ക്ലാസ് തൊട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇതോടുകൂടി തീരുവാണ്. അടുത്ത ക്ലാസ് തൊട്ട് അടുത്ത സ്റ്റിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ലാസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചാണിത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അത്രയും വെച്ചിട്ട് ഞാൻ ഫ്രെയിം വെച്ചിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പ്രത്യേകത, ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടവിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ പേര് എഴുതാൻ വിട്ടുപോയി, സോറി കേട്ടോ. ഞാൻ ഇപ്പോൾ എഴുതാൻ ഇതിൻ്റെ പേര്, അതായത് ഈ സ്റ്റിച്ചിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്നാണ്. ഓക്കെ, അതായത് നമ്മൾ ഇടവിട്ടാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലൂടെ നമ്മൾ അടുത്ത റണ്ണിങ് സ്റ്റിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ സ്റ്റിച്ച് ഒരുപാട് പ്രത്യേകതകളൊന്നുമില്ല. നമ്മൾക്ക് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ റണ്ണിങ് സ്റ്റിച്ച് തന്നെ നമ്മൾ രണ്ടാമത് ഒന്നും കൂടി ആ സ്പേസ് ഉള്ള സ്ഥലത്ത് അടുത്ത റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ആദ്യത്തെ സ്പേസ് ഉള്ള സ്ഥലത്ത് ഫസ്റ്റത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇത് തുടങ്ങുക. അതിനുശേഷം അടുത്ത സ്പേസിൽ നമ്മൾ വീണ്ടും കുത്തി താഴേക്ക് എടുത്തു ആ സ്പേസ് നികത്താം. അപ്പോൾ ഡബിൾ കളർ വരും. മനസ്സിലായല്ലേ? ഒരു റണ്ണിങ് സ്റ്റിച്ച്, ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ റണ്ണിങ് സ്റ്റിച്ച് റെഡ് കളറാണ് എടുത്തേക്കുന്നതെങ്കിൽ സെക്കൻഡ് റണ്ണിങ് സ്റ്റിച്ച് ഒരു ചന്ദന കളർ നൂലാണ് എടുത്തേക്കുന്നത്. അപ്പം ആ കളർ തമ്മിലുള്ള ഡിഫറൻറ്റ് കണ്ടില്ലേ? ഇപ്പോൾ കണ്ടോ, ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരെണ്ണം റെഡ് ആണെങ്കിൽ മറ്റൊന്നും വേറൊരു കളർ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ആ ഇടയിൽ വന്നിരിക്കുന്ന സ്പേസിൻ്റെ ഉള്ളിൽ അടുത്ത റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒരുപാട് നമ്മൾ തലകുനിന്ന് ആലോചിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും സ്റ്റിച്ചുകൾ ചെയ്ത് പഠിക്കുക. ഇതോടുകൂടി റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചുകളെല്ലാം തീർന്നു. ഇനി അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് പഠിക്കണം. ചെയ്ത് തന്നെ പഠിച്ചാലാണ് ഓരോ സ്റ്റിച്ചും വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.